ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ദൽഹരി ചാമ്പയുടെ വിശേഷങ്ങളാണ്. ദൽഹരി ചാമ്പ പൂവിട്ട സമയത്തെ വീഡിയോസൊക്കെ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമുള്ള കാഴ്ച നമുക്കൊന്ന് കാണാം. ദൽഹരി ചാമ്പ പൂവിട്ടു. ഇപ്പോൾ അത് ഏകദേശം കുറച്ച് പൂവൊക്കെ പൊഴിഞ്ഞു പോയി. പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് ചാമ്പയ്ക്കായി കിട്ടിയിരിക്കുകയാണ്. ഏകദേശം ഇത് കളറ് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. റെഡ് കളറിലേക്ക്, ഇത് കണ്ടോ, റെഡ് കളറിലേക്ക് ആ ചാമ്പയ്ക്ക ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പാകമായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഇതിലൊക്കെ അടുത്ത പൂക്കളും വരാൻ തുടങ്ങി. ദൽഹരി ചാമ്പ, ബെൽ ചാമ്പ, 3-4 ടൈപ്പ് ചാമ്പകൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് ഏറ്റവും മധുരമുള്ള ഒരു ചാമ്പ ഇനം എന്ന് പറയുന്നത് ഈ ദൽഹരി ചാമ്പയാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളും ആദ്യമായിട്ടാണ് ഇത് നട്ടുവെച്ച് കായ പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് പഴുത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ കഴിയത്തുള്ളൂ. നമ്മളും ഇത് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ കായ്ച്ചതാണ്. അപ്പം പൂ പിടിക്കുന്ന വീഡിയോ തൊട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ അടുത്ത കമ്പുകളിൽ കിടക്കുന്ന ചാമ്പയ്ക്ക കണ്ടോ, ഇത് കുലയായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അതുപോലെ ദേ ഈ സൈഡിലും അതുപോലെ ചാമ്പയ്ക്ക കിടപ്പുണ്ട്. കുലയായിട്ട് ഉണ്ടാകുന്ന ഒരു ചാമ്പയ്ക്കയാണ്. കാണാനും നല്ല ഭംഗിയാണ്. ബെൽച്ചാമ്പയുടെ അത്രയും വലുപ്പമില്ലെങ്കിലും ഒരു കുറച്ച് ഉരുണ്ട മോഡൽ ചാമ്പയ്ക്കയാണ് ഈ ദൽഹരി ചാമ്പ. ബെൽച്ചാമ്പയേക്കാളും മധുരമുണ്ടെന്നാണ് കഴിച്ചവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, ഏകദേശം അതിൻ്റെ കളർ മാറി വരുന്നുണ്ട്. ആ പച്ച കളറിൽ നിന്ന് ഒരു ചുമപ്പ് കളറിലേക്ക് വരും. ഇത് നിറച്ച് നല്ലപോലെ ഫുള്ള് ചുമല കളറിലേക്ക് ചാമ്പയ്ക്ക വരും. അപ്പോഴാണ് നമുക്കിത് പറിക്കുവാൻ പാകമാകുന്നത്. അത് പറിച്ച് കഴിച്ചതിന് ശേഷം ഉള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. പഴുത്ത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ കറക്റ്റായിട്ട് ഇവർ പറയുന്ന പോലെ തന്നെ നല്ല മധുരം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നമ്മുടെ വീടുകളിൽ നമുക്കും ഇതുപോലെ ഡ്രമ്മിനകത്ത് അല്ലെങ്കിൽ സ്ഥലം ഉള്ളവർക്ക് നിലത്തുമൊക്കെ ഇതുപോലെ ചാമ്പയോ അതുപോലെ പേരയോ ഒക്കെ പിടിപ്പിച്ചാൽ ഇത് നമ്മുടെ വീട്ടിലുണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു രസമാണ്. കാര്യം നമ്മൾ നട്ടു വളർത്തി അത് ഫലം തരുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അത് നമ്മളിത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു സന്തോഷം പറയാൻ കഴിയത്തുള്ളൂ. നമ്മൾ ചുമ്മാ സമയം കളയാതെ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളും അതുപോലെ പച്ചക്കറികളും ഒക്കെ നമുക്ക് വിളയിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യപ്രദമായി നമുക്കിതെല്ലാം ഭക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് ഇത് പഴുത്ത് കഴിഞ്ഞുള്ള വീഡിയോ നമ്മൾ വീണ്ടും നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും അന്നേരം കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.